നമസ്കാരം, സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങളതിന് ഉത്തരവാദികളെയല്ല. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ യാത്ര എത്തി നിൽക്കുന്നത് വളരെ ദൂരത്തിലൊന്നുമല്ല, തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. കാരേറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് നഗരൂരേക്ക് പോകുന്ന വഴിയിൽ കൊടുവഴന്നിയൂർ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് വീണ്ടും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞൊരു വീട്ടിൽ, അവരുടെ വീടിൻ്റെ അതിരിൽ, അതായത് നമ്മുടെ സാധാരണ പാടത്തിൻ്റെയൊക്കെ അതിരിൽ തന്നെ ഒത്തിരി പാമ്പുള്ള സ്ഥലമാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഈ അതിരിൽ ഒരു അതിഥിയെ കണ്ടു എന്നും പറഞ്ഞ് അവർ വിളിക്കുകയുണ്ടായി. നമ്മളെന്താ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു, മറ്റൊരു കോളനിലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളെന്തായാലും എത്രയും പെട്ടെന്ന്, സമയം അധികം പാഴാകുന്ന ഒരുപാട് യാത്രയുള്ളതാണ്, അപ്പോൾ നമുക്ക് ഒരുപാട് സമയം കളയാനില്ല. നമ്മളെന്തായാലും ആ സ്ഥലത്തെത്തി. ആ വീട്ടിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ വീടിൻ്റെ മുന്നിലാണെങ്കിലും വീടിൻ്റെ ഒത്തിരി പിന്നിലാണ് ഈ അതിഥി ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, പോകുന്നു നമ്മൾ ഈ വഴിയിൽ കൂടി. നമ്മുടെ പ്രേക്ഷകരെ പരിചയപ്പെടാനായിരിക്കുന്ന, പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടാനായിരിക്കുന്ന അതിഥി ആരാണെന്ന്. പക്ഷേ നന്നായിട്ട് പണിയുള്ളതാണ്. നമ്മൾ അവിടെ എത്തി വെട്ടിക്കളയ്ക്കാനും ഇടിക്കാനും ഒക്കെ ഉണ്ട്. സമയം കളയുന്നില്ല, പോകുന്നു സ്നേക്ക് മാസ്റ്റർ ടീം ആ സ്ഥലത്ത്. അതിൻ്റെ മുകളിൽ ഇതിന് കുഴപ്പമുണ്ടാവും. ഇതിന് പ്രശ്നമുള്ളത് ഒത്തിരി ഇടിക്കേണ്ടി വരും. തോട്ട് വക്കാണ് ഒരുപാട് ഒത്തിരി പണമുണ്ടാകും. ഒത്തിരി എനിക്ക് തോന്നണില്ല, കിട്ടുന്നു നോക്കാമെന്നില്ല കേട്ടോ. ആ താഴത്തെല്ലാം ഒറ്റ കണക്റ്റായിരിക്കും. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീം നമ്മുടെ അടുത്ത കോൾ വന്ന കൊടുവഴന്നിയൂർ എന്നുള്ള സ്ഥലത്തെത്തി. അപ്പോൾ അദ്ദേഹം പറയുന്നു, മാമൻ പറയുന്നു ഇതിനകത്ത് തല കണ്ടു എന്നാണ്. പക്ഷേ ഇതിനകത്ത് വേറൊരു പ്രത്യേകത ഇവിടെ നമ്മളെ പ്രേക്ഷകർ കാണുക. ഇത് ഒരു തുണിയാണ്, തുണിയിൽ മണ്ണെണ്ണ വെച്ച് ഹോൾ അടച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഹോൾ അടച്ചപ്പോൾ അതിന് അടുത്ത മാർഗ്ഗം അത് തേടുകയായിരുന്നു. പക്ഷേ എൻ്റെ അനുഭവം 27 വർഷത്തെ അനുഭവമാണ് പാമ്പ് മേഖലയിൽ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ ഈ വെഞ്ഞാറമൂട് മേഖലയിൽ നിന്ന് ഒരുപാട് പാമ്പുകൾ ഇതുപോലെ അതിരിടിച്ചെടുക്കാറുണ്ട്. അപ്പോഴേക്കും ഇവിടെ നിന്ന് ഇടിച്ചു തുടങ്ങുന്ന ഇടിയെന്ന് പറഞ്ഞാൽ ഒരുപാട് ഉള്ളിലേക്കാണ്. കാരണം ഇവിടെ നനവിൻ്റെ അംശമുള്ളത് കൊണ്ട് ഈ തോട്ടിൽ വെള്ളമൊഴുകി പോകുന്ന സ്ഥലത്ത് മഴയിലേക്ക് വെള്ളം കയറുമ്പോൾ എലി മുകളിലേക്കാണ് ആ പൊനം ഉള്ളിലേക്ക് ആ പൊനം കൊണ്ടുപോകും, അല്ലെങ്കിൽ ആ ഹോളിൻ്റെ ഉള്ളു കൊണ്ടുപോകും. അപ്പോൾ ഇത് കാണുക. ഇവിടെ നമ്മൾ ഒരു പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞ് മണ്ണെണ്ണ വെക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇത് പൊതുവിൽ രാത്രി അധികം ആൾക്കാർ സഞ്ചരിക്കുന്നൊരു പാതയല്ല, ഒഴിഞ്ഞ പറമ്പാണ്, പാടശേഖരമാണ്, പഴയ പാടങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇതിനെയൊക്കെ നമ്മൾ സംരക്ഷിക്കണം. കാരണം ഇവിടെ കപ്പ കൃഷി ചെയ്യുന്ന, മരിച്ചിന് കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ധാരാളം എലിയുണ്ടാവും. ഈ എലിയെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ചേരയും പാമ്പുമൊക്കെ നമ്മുടെ പറമ്പിലുണ്ടാവണം. വീട്ടിനകത്തൊക്കെയാണെങ്കിൽ നമ്മൾ ഭയപ്പെടണം, പക്ഷേ പറമ്പിൽ ഭയപ്പെടേണ്ടതില്ല. എന്തായാലും നമ്മൾ തുടങ്ങുന്നു നമ്മുടെ അതിഥിയെ എടുത്ത് നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താനായുള്ള ദൗത്യത്തിലേക്ക്. നമുക്ക് വെട്ടി കിളച്ച് എൻ്റെ ആരോഗ്യം നിലനിർത്താൻ പോവുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഈ കളയിൽ എൻ്റെ കണക്കൂട്ടിൽ തെറ്റാറില്ല, ഇവർക്ക് തെറ്റാറുണ്ട്. കാരണം ഞാനിതുപോലെ ഈ അതിരിടിക്കുമ്പോൾ ഒരുപാട് ജോലി ചെയ്തിട്ടാണ് ഞാനിതിനെ നമ്മൾ അതിഥികളെ പിടികൂടുന്നത്. നമ്മുടെ പ്രേക്ഷകരത് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. മതിൽ പൊളിച്ചിട്ടും മരം മുറിച്ചിട്ടും കിണറിൻ്റെ അകത്തുള്ള പൊനങ്ങൾ ഇടിച്ചിട്ടുമൊക്കെ ഹോൾ ഇടിച്ചിട്ടുമൊക്കെ പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഈ മരക്കുറ്റി, എനിക്ക് തോന്നുന്നത് ഈ കമുകിൻ്റെ അടയ്ക്കാമരത്തിൻ്റെ കുറ്റി നമ്മൾ മിക്കവാറും വിളക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മളെ ജോലി നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ എനിക്കിന്ന് മറ്റൊരുപാട് യാത്രകൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ
ഈ ദൗത്യം നമ്മൾ സമയം പാഴാക്കി കളഞ്ഞില്ല. കൊള്ളാം. നമ്മളെന്തായാലും നമ്മുടെ ദൗത്യം ഞാനൊന്ന് അല്പം നേരത്തേക്ക് നമ്മുടെ ഇവിടുത്തെ ഈ കൊടുവഴഞ്ഞൂരത്തെ ഈ ചെറുപ്പക്കാരന് കൈമാറിയിരിക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ എന്ന് പറയുമ്പോൾ കൊച്ചു പയ്യനാണ്. അപ്പോൾ അദ്ദേഹം ബാക്കി സഹായിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒന്ന് വെട്ടി ഒക്കെ നോക്കണം. എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ 2-3 മൂട് കമുവിൻ്റെ കുറ്റിയൊക്കെ എടുത്ത് മാറണം. അത് ചെറുപ്പക്കാരനെ കൊണ്ട് മാത്രമേ പറ്റൂ. നമ്മളൊക്കെ വയസ്സായി. അപ്പോൾ അദ്ദേഹം നമ്മളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഞാൻ എൻ്റെ ആയുധം ഞാൻ കൈമാറിയിരിക്കുന്നു. എന്തായാലും ഈ പാവപ്പെട്ട 2 മനുഷ്യന്മാരെ കൊണ്ട്, പ്രായമുള്ള 2 പാവന്മാരെ കൊണ്ട് ഒരുപാട് കഷ്ടപ്പെടുത്തേണ്ടി വന്നു. പക്ഷെ എന്നാലും അതിൻ്റെ അല്ലെങ്കിൽ ആ പരിപാടിയിൽ അല്ലെങ്കിൽ മണ്ണെടുപ്പിൻ്റെ അവസാനം നമ്മൾ തന്നെ വിജയിച്ചു. കാരണം നമ്മുടെ അതിഥി ഈ ചെറിയ മാളത്തിൽ അതായിരിക്കുന്നു. ഒരു ചെറുതായിട്ട് അതിൻ്റെ ശരീരത്തിൻ്റെ അല്പം മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഇനിയും കുറച്ചുകൂടി വെട്ടിയാൽ മാത്രമേ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഇടിപ്പുഴ ഇടിച്ചെടുത്താൽ മാത്രമേ അദ്ദേഹത്തിന് കിട്ടുകയുള്ളൂ. ഇങ്ങോട്ടാണ് തിരിഞ്ഞ് എൻ്റെ ശകലം വരെ ശരീരത്തിൻ്റെ ഒരു അംശം മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇവിടെ നിന്നൊരു കുറച്ചുകൂടി വെട്ടി, മാമ്മമാരെ കൊണ്ട് കുറച്ചുകൂടി വെട്ടി അതിനെ ഇളക്കേണ്ടതുണ്ട്. നമുക്ക് അവരുടെ സഹായം ഒന്നുകൂടി ചോദിക്കാം. നമ്മളെന്തായാലും ഇതിനെ കിട്ടി. പക്ഷേ നമുക്ക് കിട്ടിയെങ്കിലും നമുക്കിങ്ങനെ വാലിൻ്റെ തുമ്പാണ് കിട്ടി. പക്ഷേ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഉള്ളിലേക്ക് വീണ്ടും പുനം പോകുന്നുണ്ട്, ഹോള് പോകുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഇടിച്ചാലേ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഉള്ളിലേക്ക് നമ്മൾ വെട്ടിയെടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ പിടിച്ചിരിക്കുന്ന കണ്ട പാമ്പിൻ്റെ വയറ്റിൽ മുട്ട റെഡി ആയിട്ടുണ്ട്. കണ്ട പാമ്പിൻ്റെ വയറ്റിൽ എന്തായാലും മുട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് മറ്റ് ഒരു പാമ്പ് കൂടി കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കുറച്ചുകൂടി ഒന്ന് വെട്ടി നോക്കണം. എൻ്റെ കണക്കുകൂട്ടലുകൾ എന്തായാലും തെറ്റിയില്ല. ഒന്ന്, ഞാൻ വന്നപ്പോഴേ ഒത്തിരി ഉള്ളിലാണെന്ന്. പിന്നെ മാളം വെട്ടി വരുന്നുണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഒരാളായിരിക്കത്തില്ല, ഒന്നിൽ കൂടുതൽ ആളായിരിക്കുമെന്ന്. എന്തായാലും അത് ഇവിടെ നിൽക്കുന്ന നമ്മുടെ പ്രായം ചെന്ന 2 പ്രിയ മാമന്മാരെ കിട്ടിയതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ദൗത്യം നമ്മൾ ഉപേക്ഷിക്കേണ്ടി വന്നു. നമ്മൾ വന്നപ്പോൾ മനസ്സിലാക്കാൻ വെട്ടി ഏകദേശം ഞാൻ പറഞ്ഞു ഇന്ന് തച്ച് കൂടി കൊടുക്കണമെങ്കിൽ ഒരു 4 പേരുടെ പണിയായിട്ടുണ്ടെന്ന്. ഇന്ന് ഇതിൻ്റെ ഓണർക്ക് മിക്കവാറും ATM പോയാലും രക്ഷയില്ല, 2500 രൂപ എടുക്കാൻ പറ്റുള്ളൂ. 4 പേരുടെ പണിയുണ്ട്. അപ്പോൾ അതിന് ശമ്പളം എൻ്റെ ഓണർ മാമൻ കൊടുക്കണം. പിന്നെ 2 മാമന്മാരും കൂടി ഇന്ന് വേറെ എന്തൊക്കെയോ പ്ലാൻ ചെയ്താണ് ഇവിടെ ഇരിക്കുന്നത്. പ്ലാനിങ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മൾ എന്തായാലും കാണുന്നു നമ്മുടെ അതിഥി മാളത്തിൽ നിന്ന് തല പുറത്തേക്ക് ഇടുന്നു. പരിചയപ്പെടാം നമുക്ക് അതിഥിയെ. എന്തായാലും നമ്മുടെ ഉദ്യമം പാഴായില്ല. നമ്മുടെ നാട്ടുകാരിൽ 1-2 പേരുടെ സഹായം നമുക്ക് ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഈ അതിഥിയെ പിടികൂടി
ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന അതിഥി ഫീമെയിൽ മൂർഖൻ പാമ്പാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഏകദേശം 8 വയസ്സിലേറെ പ്രായം വരുന്ന അതിഥിയാണ് ഇദ്ദേഹം ചട്ട പൊഴിക്കാറായിരിക്കുന്നു. ഞാൻ ആദ്യം കണ്ടത് ഇദ്ദേഹത്തിനെ അല്ല, ഇദ്ദേഹത്തിൻ്റെ കളറല്ലായിരുന്നു ഞാൻ കണ്ടത്. ഈ മാളം പൊളിച്ചു തുടങ്ങിയപ്പം മറ്റൊരു അതിഥിയുടെ കളറാണ് ഞാൻ കണ്ടത്. ഇദ്ദേഹത്തിന് 8 വയസ്സോളം പ്രായം വരുന്ന ഫീമെയിൽ കോബ്ര, സ്പെക്ടിക്കിൾഡ് കോബ്ര. മറ്റൊരു പ്രത്യേകതയുള്ളത് ഇദ്ദേഹത്തിന് ഏകദേശം 5 അടിയിലേറെ നീളമുണ്ട്. മറ്റൊരു പ്രത്യേകത കൂടിയുള്ളത് ഇദ്ദേഹം ഇണ ചേർന്ന് കഴിഞ്ഞിട്ട് മുട്ടയിടാനായി താവളത്തിൽ എത്തിയതാണ് ഇവർ 2 പേരും, മെയിലും ഫീമെയിലും. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അതിഥിയെ പരിചയപ്പെടുത്തുക മാത്രമല്ല, ഇദ്ദേഹത്തിനെ ചാക്കിലാക്കിയതിന് ശേഷം മറ്റൊരു അതിഥി കൂടി മാളത്തിലുണ്ട്. അദ്ദേഹത്തെ കൂടി പുറത്തെടുത്ത് പരിചയപ്പെടുത്തിയതിന് ശേഷം 2 പേരെ ഒരുമിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. നമുക്ക് മറ്റേ അതിഥിയെ കൂടി പുറത്തെടുക്കാം, പരിചയപ്പെടാം നമുക്ക് അദ്ദേഹത്തെ കൂടി. നമ്മൾ ഈ അതിഥിയെ പിടിയൊരു പ്രത്യേകതയുണ്ട്. ഇദ്ദേഹത്തിനെയാണ് ഞാൻ ആദ്യം കണ്ടത്. അദ്ദേഹത്തിൻ്റെ വയറ്റിൽ മുട്ട തയ്യാറായി കിടക്കുകയാണ്. മുട്ട തയ്യാറായി കഴിഞ്ഞു. ഡിസംബർ ജനുവരി കഴിയുമ്പോൾ ഈ മുട്ട അത് ഇണ ചേർന്ന് കഴിഞ്ഞാൽ 55 മുതൽ 60 ദിവസം എടുക്കും ഈ മുട്ട മാളങ്ങളിൽ നിക്ഷേപിക്കാനായി. ഇപ്പോൾ ഇണ ചേർന്നിട്ട് ഏകദേശം 35 ദിവസത്തിലേറെയായി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ അതിഥിക്കും ഏകദേശം 5 വയസ്സിനടുത്ത് പ്രായമുണ്ട്. ഏകദേശം 4 അടിയിലേറെ നീളം അദ്ദേഹത്തിനുണ്ട്. മുട്ട വയറ്റിലുള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് കടിക്കണം എന്നുള്ളൊരു ടെൻഡൻസി. കാരണം മുട്ട വയറ്റിൽ തയ്യാറാകുമ്പോൾ നമ്മൾ ദേഹത്തെ തൊട്ടാൽ പോലും അദ്ദേഹത്തിന് വേദന ഉണ്ടാകുന്നൊരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താതെ ഇരിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തുന്നു, അദ്ദേഹത്തെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക്. ഫീമെയിലാണ്, പെണ്ണുങ്ങളാണ്, ആണും പെണ്ണുമല്ല, 2 പേരും ഫീമെയിലാണ്. അപ്പോൾ മിക്കവാറും ഇണ ചേർന്നതിന് ശേഷം മാളത്തിൻ്റെ 2 തലയിൽ കൂടി 2 പേരും കയറിയതായിരിക്കാം. ആൺപാമ്പ് മറ്റേതെങ്കിലും ഒരു മാളത്തിലായിരിക്കും, ചിലപ്പോൾ കുറച്ച് ദൂരത്തിൻ്റെ മാളത്തിലായിരിക്കാം. ചില സാഹചര്യങ്ങളിൽ ആണും പാമ്പും പാമ്പുകൾ തമ്മിൽ ഇണ ചേർന്ന് കഴിഞ്ഞാൽ ആൺപാമ്പിനെ കൊല്ലുന്ന പെൺപാമ്പുകൾ ധാരാളം ഉണ്ട്. അതുപോലെ ആൺപാമ്പും പെൺപാമ്പും ഇണ ചേർന്നാൽ പിണങ്ങിപ്പോകുന്ന, മനുഷ്യനെ പോലെ തന്നെ പിണങ്ങി പിരിഞ്ഞു പോകുന്ന ആൺപാമ്പുകളുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ അതിഥിയെ 2 പേരെയും നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നു. എന്തായാലും നമ്മൾ 2 പേരെയും പിടികൂടി 2 പേരെയും നമ്മൾ ചാക്കിലാക്കുന്നു. എന്തായാലും നമ്മൾ ഈ നാട്ടിലെ കൊടുവഴന്നിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 2 ചെറുപ്പക്കാരാണുള്ളത്. അവർ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ ഇവർ 2 പേരുടെയും സഹായം കൊണ്ടാണ് ജോർജ് മാമൻ്റെയും നമ്മുടെ ഈ മാമൻ്റെയും സഹായം കൊണ്ട് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടുന്ന് തുടങ്ങിയ പണി 3 മണിക്ക് തുടങ്ങിയ പണിയായിരുന്നു. നമ്മളെന്തായാലും 6 മണിയാവുന്നു. നമ്മുടെ തുടക്കം മുതൽ ഒടുക്കം വരെ തീരുന്നത് വരെ നമ്മളെ സഹായിച്ച നമ്മുടെ ഈ 2 മാമന്മാർക്കും നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ നല്ലവരായ നാട്ടുകാർക്ക്, സാധാരണ നമ്മൾ എവിടെയെങ്കിലും പാമ്പിനെ പിടിക്കുമ്പോൾ നാട്ടുകാരുടെ ഒരു ശല്യം വളരെ കൂടുതലാണ്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. എല്ലാവരും മാറി നിന്നു. കാരണം വേറൊന്നും കൊണ്ടല്ല, കിളയ്ക്കാൻ മടിച്ചിട്ടാണ്. അതും വലിയ ഉപകാരമുണ്ട്. ആൾക്കാർ അടുത്തോട്ട് വന്നില്ല, അതും സന്തോഷം. നമ്മളെന്തായാലും ഈ നല്ലവരായ നാട്ടുകാരോട് യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് യാത്രയാകുന്നു. ഇന്നത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്, വേങ്കവിള എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു നായ്ക്കൂട്ടിനകത്ത് ഒരു അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞാൽ ഇവർ ഒത്തിരി നേരമായി വിളിച്ചിട്ട്, ഇവർ വിളിക്കുന്ന സമയത്ത് നമ്മൾ കൊടുവഴന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്
ഒരു അതിരിടുപ്പിലായിരുന്നു. 3 മണിക്ക് തുടങ്ങിയ അതിരിടുപ്പ് കഴിഞ്ഞപ്പോൾ 6:10 എന്തായാലും അദ്ദേഹം നമുക്ക് വേണ്ടി കാത്തിരുന്നുവെങ്കിലും ഇവിടെ പാമ്പിനെ കാണാനായി വന്നവർക്കാണ് കൂടുതൽ ആകാംക്ഷ. കാരണം അവരിൽ കുറേ പേര് വിളിച്ചിട്ട് പറയുകയുണ്ടായി, വിളിച്ചിട്ട് കുറേ നേരം ആയല്ലോ, 2 മണിക്കൂർ ആയല്ലോ, എവിടെ നിൽക്കുന്നു എന്നൊക്കെ ചോദിക്കുകയുണ്ടായി. ഇപ്പോൾ വീട്ടിൽ പാമ്പ് കയറിയാൽ വീട്ടിൽ ഓണർക്കല്ല ടെൻഷൻ, കാണാൻ വരുന്നവർക്കാണ്. അത് മാറണം. കാരണം നമ്മളെപ്പോഴും എപ്പോഴും യാത്രയിലാണ്. ഒരു പാമ്പിന് വേണ്ടി വീട്ടിൽ നിങ്ങൾ വിളിക്കുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയല്ല. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും യാത്രയിലാണ്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മുടെ കൊച്ചു കൂട്ടുകാർ ഇന്ന് നമ്മളെ യാത്രയിലെല്ലാം വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. ഇന്ന് നമ്മുടെ കൊച്ചു കൂട്ടുകാരാണ് ഇവിടെ നമ്മളെ സ്നേക്ക് മാസ്റ്റർ ടീമിനെ സ്വീകരിച്ചത്. നമ്മളെന്തായാലും സമയം കളയുന്നില്ല. ഇനി നേരത്തെ ഫോണിൽ വിളിച്ചതുപോലെ അക്ഷമരായി നിൽക്കുന്ന നമ്മുടെ നാട്ടുകാർക്ക് മുന്നിലേക്ക് നമ്മൾ സമയം കളയുന്നില്ല. പോകുന്നു നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തെ. നമ്മൾ ഈ സ്ഥലത്തെത്തി നമ്മുടെ അതിഥിയെ നമ്മൾ കാണുകയുണ്ടായി. അദ്ദേഹം നമ്മൾ വന്നപ്പോൾ ഇതുവരെ അനങ്ങാതിരുന്ന അതിഥി ഞാനിവിടെ വന്ന ഉടനെ അദ്ദേഹം അനങ്ങി തുടങ്ങി. അദ്ദേഹം എണീറ്റു. എന്തായാലും നമ്മൾ വന്നു. അവരിതിനകത്തിരുന്ന് വിറവൊക്കെ എടുത്തു മാറ്റി. അത്ര പ്രായക്കാരനൊന്നും അല്ലാത്ത ഒരു അതിഥിയാണ്. എനിക്ക് തോന്നുന്നത് ഉദ്ദേശം ഒരു 7 വയസ്സിനടുത്ത് പ്രായം വരുന്ന നീൽ കോബ്ര. അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല. നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മുടെ അതിഥിയെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ യാത്രയിൽ നമുക്കൊരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. ഇതെന്തായാലും നമ്മളധികം പണി ചെയ്യേണ്ടി വന്നില്ല. പണിയെല്ലാം ഇവർ തന്നെ തീർത്തു വെച്ചു. നന്നായിട്ട് തടിയെ കടിക്കി വെച്ച് നിലവരൊക്കെ വേസ്റ്റൊക്കെ പിറക്കി പുറത്തേക്ക് കളഞ്ഞു. ഇതുപോലെ ഒരു വേദിയിൽ ഇതുപോലൊരു അതിഥിയെ വെച്ച് ഞാനിങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് 2 ആഴ്ചയ്ക്ക് മുന്നേ എൻ്റെ ചുണ്ടിൽ കടിയേറ്റത്. ആ മുറിവ് കരിഞ്ഞിട്ടില്ല, ഓർമ്മയുണ്ട്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ചിലർക്കെങ്കിലും എനിക്കൊരു അപകടം പറ്റിയാൽ വേദനിക്കുന്നവരുണ്ട്. എന്തായാലും ഞാനിത് വെച്ച് അലക്ഷ്യമായി നിൽക്കുന്നതല്ല. ഇദ്ദേഹത്തിൻ്റെ ആ അനക്കം എൻ്റെ കണ്ണിലേക്കുണ്ട്. ഇദ്ദേഹം എങ്ങോട്ട് പോയാലും എനിക്ക് എൻ്റെ കണ്ണിലേക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ നേരിൽ എനിക്ക് കിട്ടും. അതുകൊണ്ട് പേടിക്കേണ്ടതില്ല. ഒന്ന്, ഇതുപോലെ അനുകരിക്കാൻ ശ്രമിക്കരുത്. എന്നെ അനുകരിക്കാൻ ശ്രമിച്ചവർ 8 പേരാണ് 2016 ജീവൻ വെടിഞ്ഞു പോയത്. 36 പേര് കേരളത്തിലെ പല ഹോസ്പിറ്റലുകളിൽ കടിയേറ്റ് ട്രീറ്റ്മെൻറ്റിലുണ്ട്, മാരകമായ ട്രീറ്റ്മെൻറ്റിലുണ്ട്. അതുപോലെ 116ഓളം പേര് പലർക്ക് കടിയേറ്റു. സുരേഷ് കാണിക്കുന്നത് പോലെ പാമ്പിനെ പിടിക്കാൻ ശ്രമിച്ചവർ ഒരു കാരണവശാലും കൃത്യമായിട്ട് ഒരു അവയർനെസ് ഇല്ലാതെ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാതെ പാമ്പിനെ പിടിക്കാൻ ശ്രമിക്കരുത്. അത് അവനവൻ്റെ ജീവൻ അപകടത്തിലേക്ക് പോകും. എന്തായാലും ഈ അതിഥിക്ക് ഞാൻ വിചാരിച്ച പോലെ 7 വയസ്സെന്നാണ് ഞാൻ പറഞ്ഞത്. 7 വയസ്സല്ല, 10 വയസ്സിലേറെ പ്രായമുള്ള, എന്നാൽ ഫീമെയിൽ എന്ന് തോന്നുമെങ്കിലും ഫീമെയിലല്ല, ഇദ്ദേഹം മെയിലാണ്. കാണുക നമ്മുടെ ഈ അതിഥിയെ. ഇദ്ദേഹം ഇനി കടിക്കാനായി ഈ അതിഥിയെ നമ്മളെന്തായാലും 6 അടിക്ക് അടുത്ത് നീളം വരുന്ന ഈ മെയിൽ കോബ്രയെ അല്ലെങ്കിൽ ആൺ മൂർഖൻ പാമ്പിനെ, സർപ്പത്തെ, നാഗത്തെ, നല്ലാത്താൻ പാമ്പിനെ, അല്ലെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷിന് സ്പെക്ടിക്കിളുടെ കോബ്ര എന്ന് അറിയപ്പെടുന്ന നാജ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന നമ്മുടെ ഈ അതിഥിയെ നമ്മളൊരു ബോട്ടിൽ അടച്ച് അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു വ്യത്യസ്തനായ അതിഥിയെ തേടി യാത്രയാവും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക്ക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ kaumuditvsnakemaster@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441.